വഞ്ചിയൂർ വാർഡിലാണ് നിൽക്കുന്നത്. വഞ്ചിയൂർ വാർഡിന് സവിശേഷമായ പ്രത്യേകതയുണ്ട്. നമ്മുടെ കോടതി നഗരം കൂടിയാണ് വഞ്ചിയൂർ വാർഡ്. വഞ്ചിയൂർ വാർഡിൽ വഞ്ചിയൂർ ബാബുവാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. ബാബുചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വഞ്ചിയൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ബാബു അണ്ണനാണ്, ബാബുചേട്ടനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെ വാശിയേറിയ മത്സരമാണോ? എങ്ങനെയാണ് പോരാട്ടം? അല്ല, വാശിയേറിയ മത്സരമായിരിക്കും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകരും രംഗത്തിറങ്ങും. പക്ഷേ ഇവിടെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെയാണ് പ്രവർത്തകർ മഹാഭൂരിപക്ഷം പേരുള്ളത്. എല്ലാവർക്കും എന്നെ അറിയാം, നന്നായിട്ടറിയാം. 50 വർഷത്തോളം പാരമ്പര്യമുള്ള ഉണ്ട് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ വഞ്ചിയൂർ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പ്രാവശ്യം 2015-20 കാലഘട്ടത്തിൽ ഞാൻ കൗൺസിലറായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അടുത്ത പ്രാവശ്യം എല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരമാണ് എൻ്റെ മകളെ, അവൾ പിന്നെ PhD ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ അവളെ മത്സരിപ്പിക്കണമെന്ന് എല്ലാവരും കൂടി പാർട്ടി ആവശ്യപ്പെട്ടപ്പോഴാണ് അവളെ മത്സരിപ്പിക്കാൻ വേണ്ടി വന്നത്. അവൾ നല്ല ഭൂരിപക്ഷത്തിലൂടെ ആണ് വിജയിച്ചത്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ഞാൻ അന്ന് ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു 5 വർഷക്കാലം. എനിക്ക് കിട്ടിയ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാർഡിൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരം ആണ് എൻ്റെ മകൾക്ക് കൊടുത്തത്. ഇപ്പോഴും അതുകൊണ്ട് ഒരു വീട്ടിലും എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം എൻ്റെ യഥാർത്ഥ പേര് ഔദ്യോഗിക അത് ഞാൻ ചോദിക്കാൻ വേണ്ടി മുതിരായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചിലർ കൗൺസിലർ വാർഡ് നിന്ന് ഉപരിയായി സംസ്ഥാനമാകെ ചർച്ച ചെയ്യുന്ന വാർത്തയായി മാറും, വൈറലായി മാറും. ചില മാധ്യമങ്ങൾ ബോധപൂർവമാണോ എന്നറിയില്ല, ബാബുവിൻ്റെ പേര് സംബന്ധിച്ച് പേര് ഇങ്ങനെ ശങ്കരൻകുട്ടി നായരാണ്, ബോധപൂർവ്വം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അങ്ങനെ പേര് ചേർത്തു എന്നുള്ള വിവാദമുണ്ട്. അതിലെന്താണ് മറുപടി? അതാണ് ബാബുചേട്ടൻ പറഞ്ഞു തുടങ്ങിയത്. മറുപടി എന്ന് പറഞ്ഞാൽ ഇവിടെ പല പ്രമുഖരായിട്ടുള്ളവരുണ്ട്. മലബാറിലെ സുൽത്താൻ എന്നാണ് പറയുന്നത്. ആരാണ്? ബഷീർ. അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ പറയുള്ളൂ. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നാൽ തകഴി അതാരാണ്? മമ്മൂട്ടിയുടെ പേര് മമ്മൂട്ടി എന്നല്ലല്ലോ, സിനിമയിലല്ല. പ്രേംനസീറിൻ്റെ പേര് പ്രേംനസീർ എന്നല്ല. ഇത്തരം ആളുകൾ സ്ഥാനാർത്ഥിയായി വന്ന ഞാൻ അവരെ താരതമ്യം ചെയ്തതല്ല. ഞാൻ അവരുമായിട്ട് യാതൊരു താരതമ്യം ചെയ്യാൻ പറ്റുന്ന ആളല്ല. ഞാൻ ഏറ്റവും താഴെയാണ്. അപ്പോൾ എൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ്. എൻ്റെ സ്കൂളിലെ സർട്ടിഫിക്കറ്റിലും എൻ്റെ ആധാറിലും പിന്നെ പാസ്പോർട്ടിലും ഡ്രൈവിംഗ് ലൈസൻസിലും എല്ലാം ശങ്കരൻകുട്ടി നായർ എന്നാണ്. പക്ഷേ അത് എല്ലാവർക്കും അറിഞ്ഞൂടെ. എന്നെ കൊച്ചിലെ ബാബു എന്ന് വിളിച്ച് അവസാനം ഞാൻ ഈ വഞ്ചിയൂർ പ്രവർത്തകനായപ്പോൾ വഞ്ചിയൂർ ബാബു എന്നുള്ള ആളുകൾ ചാർത്തി തന്ന പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും യഥാർത്ഥത്തിൽ അവസാന നിമിഷം ഞാൻ നോമിനേഷൻ കൊടുത്ത സമയത്ത് ശങ്കരൻകുട്ടി നായർ എന്നുള്ള പേര് ചേർക്കണം, അതിലേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിന് വേണ്ടിയിട്ട് നല്ല ഇടപെടൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് നടത്തിയതിൻ്റെ ഫലമായി വഞ്ചിയൂർ ബാബു എന്ന് മേളിൽ കൊടുക്കുകയും ശങ്കരൻകുട്ടി നായർ എന്ന് ബ്രാക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അത് ആളുകൾ മറന്നുപോയി കാണുമായിരിക്കാം. എന്നാലും ചില ആളുകൾക്ക് ഓർമ്മയുണ്ട്. ഇപ്രാവശ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മുതിരുന്നില്ല. അങ്ങനെ ഒരു തർക്കവും ഒരു പ്രശ്നവും ഉണ്ടാകണ്ടെന്ന് കരുതി ആദ്യമേ തന്നെ എൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി നായർ എന്നുള്ളത് എന്നെ വെച്ച് പ്രദർശിപ്പിക്കുകയും ആളുകൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വഞ്ചിയൂർ ബാബു എന്നുള്ള പേര് ബ്രാക്കറ്റ് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് എല്ലായിടത്തും ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ പറയുമ്പോൾ ചില ആളുകൾ ഞെട്ടുകയാണ്, അങ്ങനെ ഒരു പേരുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ പലയിടത്തും അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏതായാലും അത് പറഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് യഥാർത്ഥ വസ്തുത പറയട്ടെ. അതിലെന്തെങ്കിലും കള്ളത്തരമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ കൂടുതൽ ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒക്കെ ഉള്ളൊരു അവസരമായി മാറിയില്ല. യഥാർത്ഥത്തിൽ വിവാദം ബാബുചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വഞ്ചിയൂർ വാർഡിൽ ഗുണമായി മാറിയോ? അങ്ങനെയാണ് വിലയിരുത്തൽ. എനിക്ക് ഗുണമായി ആണ് മാറിയിട്ടുള്ളത്. കാരണം ഇവരെന്നെ ദോഷം ചെയ്യാൻ വേണ്ടി ചെയ്തതെല്ലാം തന്നെ അവസാനം തിരിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ ശങ്കരൻകുട്ടി നായരുടെ ബാബുവാണോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് കുറേ ആൾ ഈ വാർത്തകൾ കണ്ടിട്ടുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. എൻ്റെ ജോലി 50% കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അവർ ചെയ്തില്ല. ഇവിടുത്തെ വഞ്ചിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾക്ക് അത്രയേറെ സുപരിചിതനായിട്ടുള്ള ആളാണ്. ഇപ്പം SFI രംഗത്തൂടെ കടന്നു വന്നു, DYFI ഭാരവാഹിയായി, പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി. CIT ഇവിടെ നമ്മുടെ വഞ്ചിയൂർ ജംഗ്ഷനിൽ വന്ന CITവിൻ്റെ ഓഫീസിൽ തിരക്കിയാൽ ബാബുചേട്ടൻ എവിടെ നിന്ന് ചോദിച്ചാൽ, ബാബുണ്ണ എവിടെ നിന്ന് ചോദിച്ചാൽ 1000 പേര്, അതായത് 100 പേര് പറഞ്ഞു തരാനുണ്ടാകും. അപ്പോൾ ഈ ജനകീയ ബന്ധങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ ഗുണമായി മാറുമെന്നാണ് പ്രതീക്ഷ. സംശയമേ വേണ്ട. എല്ലാവർക്കും അറിയാം, ഞാൻ 50 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചല്ല ഈ പ്രവർത്തനമൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാ പ്രശ്നങ്ങളും, വഞ്ചിയൂർ ജംഗ്ഷൻ ഒരു ഓഫീസുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വില്ലേജ് ഓഫീസാവും, ചിലപ്പോൾ പോലീസ് സ്റ്റേഷനാവും. ആളുകളുടെ കുടുംബ തർക്കങ്ങളും വഴിത്തർക്കങ്ങളും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. കോടതിയിൽ പോയി കാശ് കളയുന്നതിനേക്കാളും നമ്മളവിടെ വന്നിരുന്ന് 2 കൂട്ടരെയും വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി
പരിഹാരം ഉണ്ടാക്കിയതിൻ്റെ ഫലമായി എന്തെല്ലാം അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്, അവർക്കും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് എൻ്റെ മരണം വരെയും ഇനി ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലവും അത് ചെയ്തുകൊണ്ടേയിരിക്കും. സ്ഥാനാർത്ഥിയാകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ. പക്ഷേ അധികാരം കൂടി കിട്ടിയാൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്യാതെ പണ്ട് കാലങ്ങളിൽ സ്ഥിരമായി ഇവിടെ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനാണ് ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ആദ്യമായി ജയിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചെറക്കുളം കോളനിയിൽ അവിടെ അവിടുത്തെ ഒരു അസോസിയേഷൻ്റെ ഒരു പുര ഉണ്ടായിരുന്നു, ഓല മേഞ്ഞ പുര. അതിൽ കൂടെ ചേർന്നൊരു പബ്ലിക് കമ്പൻസേഷൻ ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളെല്ലാം അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് പൊട്ടി ഒലിച്ച് അതിലേക്കൂടെ മനുഷ്യന് പോകാൻ പറ്റില്ല. പക്ഷേ അവിടെ താമസിക്കുന്നവർ ഇതൊരു ശീലമായി കഴിഞ്ഞതുകൊണ്ട് അവരത് അങ്ങനെ പോകും. അതിൽ കൂടെ ചേർന്നൊരു അങ്കണവാടി പ്രവർത്തിച്ചിരുന്നു. അവിടെ വെളിയിലുള്ള ആരും കുട്ടികളെ കൊണ്ടുവരില്ല, അവിടെ ഉള്ളവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ കുട്ടികളെ കൊണ്ടുപോകുന്നതാണ്. അതിനെ മാറ്റി അവിടുത്തെ അസോസിയേഷൻ്റെ കെട്ടിടം 3 നില ഒരു കെട്ടിടം കെട്ടിക്കൊടുത്തു. അങ്കണവാടി അവിടെ നിന്ന് മാറ്റി. വഞ്ചൂർ സ്കൂളിനകത്തൊരു പുതിയ അങ്കണവാടി അത് നിങ്ങൾ കണ്ടു നോക്കണം. അങ്കണവാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അങ്കണവാടി. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലവും ഊഞ്ഞാലും അതും എല്ലാം കുതിരയും മറ്റതും എല്ലാ സംവിധാനങ്ങളും കുട്ടികൾ കിടന്നുറങ്ങാൻ ശുചിത്വം നല്ല ശുചിയായിട്ടുള്ള ഒരു അങ്കണവാടി നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അങ്കണവാടി നിർമ്മിക്കാൻ പോയപ്പോൾ അതിനെതിരെ കേസ് കൊടുത്ത് അതിനെ തടസ്സപ്പെടുത്തി ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങിച്ചിട്ടിരുന്നു. ഒരാവശ്യമില്ലാത്തതാണ്. ആ സ്റ്റേ വാങ്ങിച്ച് സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വ്യക്തിപരമായി കാശ് മുടക്കി ഞാൻ വക്കീലിനെ വെച്ച് വാദിച്ചു. അത് പരിഹരിച്ച് അങ്കണവാടി നിർമ്മിച്ചു കൊടുത്തു. വഞ്ചൂർ സ്കൂൾ കുട്ടികളുടെ എണ്ണം കുറവാണ്. സ്കൂളിൻ്റെ അന്തരീക്ഷം മോശമായതുകൊണ്ടാണ് ഇപ്പോൾ 2 കെട്ടിടങ്ങൾ ഭംഗിയായി വരികയാണ്, സ്മാർട്ട് ക്ലാസ് റൂമുകൾ വരെയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി ഇനി കുട്ടികളുടെ എണ്ണം അവിടെ കൂടും. നല്ല സ്കൂളായും അത് നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇടവഴികളെല്ലാം ഉണ്ട്. ഇനിയും പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ ഒരു വലിയ വിഷയമുണ്ട്. അത് ഇവിടുത്തെ മാത്രമല്ല, നഗരത്തിലാകെ പലയിടത്തും ഉള്ളതാണ്. അതിനൊരു പ്രപ്പോസൽ ഞാൻ ഇരുന്ന് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി ഇപ്പോഴല്ല, ഒരു വർഷത്തിന് മുമ്പേ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് അധികാരം കൂടെ കിട്ടിയാൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നഗരസഭയെ കൊണ്ട് ആ പ്രപ്പോസൽ നടപ്പിലാക്കിയാൽ വഞ്ചൂർ മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിലാകെ കുടിവെള്ളത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും. അതായത് നമ്മൾ വഞ്ചൂർ ബാബുച്ചേട്ടനോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടഭ്യർത്ഥന മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വികസന വീക്ഷണം കൂടിയാണ് പങ്കുവച്ചത്. ഈ ഓടകളുടെയും ഒപ്പം തന്നെ കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും പാർട്ടിയുടെയും ഇവിടുത്തെ പോഷക സംഘടനയുടെ പ്രവർത്തകർക്ക് തന്നെ രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ട്. അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടെ ഈ വഞ്ചിയൂരിനെ സംബന്ധിച്ചിടത്തോളം വഞ്ചിയൂർ ബാബുവണ്ണൻ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് അത്രയേറെ സുപരിചിതനാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ തിരക്കിനിടയിലാണ് കുറച്ച് സമയം നമുക്കൊപ്പം പങ്കുവച്ചത്. അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോകട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും കൈരളി ന്യൂസിന് വേണ്ടി നേരുകയാണ്.